ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ഏകാദശ സ്കന്ധം. മുനിശാപവൃത്താന്തം. ഭൂപതി ദയാപതി സൽപതി സതാംപതി ശ്രീപതി ദ്വാരാവതി തന്നിൽ മേവുന്ന കാലം മേദിനീ ഭാരമെല്ലാം താൻ തീർത്ത പ്രകാരവും മേദിനീപതേ. മേദിനീ ഭാരമെല്ലാം താൻ തീർത്ത പ്രകാരവും മേദിനീപതേ കേട്ടുകൊള്ളുക വഴി പോലെ. ശ്രീകൃഷ്ണൻ യദുക്കളോടൊന്നിച്ചു സരാമനായാകുലമെന്നേ ദൈത്യവധത്തെ ചെയ്തിട്ടുടൻ ഭൂമിക്കുണ്ടായ ഭാരം പിന്നെയും തീർത്തിടുവാൻ ഭൂമിപാലകന്മാരാം ധൃതരാഷ്ട്രജന്മാരെ പാണ്ഡുനന്ദനന്മാരോടേറ്റവും സ്പർദ്ധിപ്പിച്ചു. പാണ്ഡവപത്നിയായ പാഞ്ചാലി ഹേതുവായും ദ്യൂതഹേളന കചഗ്രഹണാദികൾ കൊണ്ടും മാധവൻ മറ്റും ഓരോന്നിത്തരമുണ്ടാക്കിട്ടു അവരോടൊന്നിച്ചു കൂടിയിടിന ദുഷ്ടന്മാരാം നൃപതിവരന്മാരെ കൊന്നിട്ടു ഭൂഭാരത്തെ സകലം കളഞ്ഞിതു ഭാരത സമരത്താൽ. സകല കലാനിധി അപ്രമേയാത്മരൂപൻ ഏവമെല്ലാമേ മുന്നേ നിന്നോടു ചൊല്ലിയിടിനേൻ. കേവലൻ ദ്വാരകയിൽ സ്വൈരമായി വസിക്കുന്നാൾ യാദവകുലമേറ്റം വർദ്ധിച്ചു വരികയാൽ മേദിനി തനിക്കവരാലും ഭാരമായി വന്നു. അന്നേരം യദുകുല കൽമഷഭാരം തീർപ്പാൻ നന്ദനന്ദനൻ സത്യസങ്കൽപ്പൻ നാരായണൻ ചിന്തിച്ചു. വേണു തമ്മിലുരുമ്മീട്ടുണ്ടാം അഗ്നി അന്തരം വരുത്തുന്നു വേണു കാനനമെല്ലാം എന്നതുപോലെ വിപ്രന്മാരുടെ ശാപാതി കൊണ്ടിന്ന് യാദവകുലമൊട്ടൊടുക്കുവൻ എന്നു ചിന്തിച്ചു ജഗന്മയനാകിയ ലോകനാഥൻ. തന്തിരുവടിയുടെ മായ ആർക്കറിയാവൂ. അന്നേരം പരീക്ഷിത്തു ചോദിച്ചു ശുഗമുനി തന്നോട്, കൃഷ്ണഭക്തന്മാരായ വൃഷ്ണികൾക്കു ശാപമിങ്ങനെ ഭവിച്ചിടുവാനെന്തു ബന്ധം? ശാപനാശനൻ കൃഷ്ണൻ വംശജോത്തമനല്ലോ. യാതൊരു നിമിത്തമായുണ്ടായി വിപ്രശാപം ഏതൊരു വിധമതു മരുളി ചെയ്യണമേ. സർവാത്മാവായി സർവകർമാചാരാത്മാവായി സർവപുണ്യൗഘകർമ്മമൂലകാരണനായി ചിൽസ്വരൂപനായി തൻ്റെ ത്രിവിധകരണത്താൽ തൽസ്വയം കീർത്തിധാമനാം അകർമാദികളാൽ സകല കലിമല ദോഷ സംഹാരം ചെയ്യും. ഹരേ. ചിൽസ്വരൂപനായി തൻ്റെ ത്രിവിധകരണത്താൽ തൽസ്വയം കീർത്തിധാമനാമകർമാദികളാൽ സകല കലിമല ദോഷ സംഹാരം ചെയ്യും. സകലാത്മകൻ വസുദേവ മന്ദിരത്തിങ്കൽ സകല ഗുണനിധി വസിക്കും കാലത്തിങ്കൽ സകലാത്മക ചിന്തയറിഞ്ഞു മുനീന്ദ്രന്മാർ കശ്യപ ഭൃഗു ഭരദ്വാജരും വസിഷ്ഠരിത്യാദ്യന്മാരാകും മുനിമാർ പലരൊരുമിച്ചു ആദ്യനാം കൃഷ്ണൻ തന്നെ കാൺമാനായെഴുന്നള്ളി. വേദവേദാന്തവേദ്യന്മാരാകും മുനികളെ ഭഗവത്പുത്രർ പലർ ഇവരെ കണ്ട നേരം അകമേ നിരൂപിച്ചാരവരെ ചതിക്കാനായി. അതിനു സാമ്പൻ തന്നെ ഗർഭിണി വേഷമാക്കി മതിമാന്മാരാം അവരോടു ചോദിച്ചിടുക, പിറവി ഹരേ ഗുരുവായൂരപ്പ പറവിന് ഇവൾ വെറുന്നതു പുത്രനോ പെണ്ണോ? അറിവേറിയിടും മുനിമാരോടു ചോദിച്ചപ്പോൾ കാലാത്മാ മതമറിഞ്ഞന്നേരം മുനീന്ദ്രന്മാർ ബാലന്മാരെല്ലാരെയും ഗർഭിണിയവളെയും നോക്കിക്കണ്ടവർ തമ്മിൽ അന്യോന്യമീക്ഷിച്ചുടൻ ഓർക്കുമ്പോൾ അടുത്തിതു പ്രസവമിവൾക്കെന്നാർ. കാഠിന്യമേറെയുള്ളോരായ സമുസലത്തെ ഗാഠവേദനയോടെ പ്രസവിച്ചിടും നൂനം. അതിനാൽ നിങ്ങൾ വംശനാശവും വന്നുകൂടും അതിനേതുമേയില്ല സംശയം. ഓർത്തുകണ്ടാൽ മതിമാന്മാരാം മുനിമാരുടെ വാക്കുകേട്ടിട്ട് അതിനിന്ദിതത്തോടെ ഹസിച്ചുപോയാരവർ. പെറ്റിതു സാമ്പൻ പുനരിരുമ്പാം മുസലത്തെ
പെറ്റ ഖേദത്താലെല്ലാം അറിഞ്ഞു യദുക്കളും. യദുരാജനും അതുരാകിയ ചൂർണമെല്ലാം ഉദധി തന്നിൽ കലക്കിയിടുവാൻ കൽപ്പിക്കയാൽ വേഗേന യദുകുലവീരന്മാരതു ആഗമജ്ഞോത്തമന്മാർ ശാപകാരണം കൊണ്ടും ദേവദേവേശൻ തൻ്റെ ആജ്ഞയെ ലംഘിപ്പതിന്നെ വരാൽ ഒരു നാളുമരുതു വിചാരിച്ചാൽ മോദമില്ലിനി കുലനാശവും വരുമെന്ന ഖേദവും അടക്കി വാണിടിനാർ യദുകുലം. അയസ്സിൻ ഖണ്ഡമൊന്നു ശേഷിച്ചതാഴി തന്നിൽ ഭയത്തോടെറിഞ്ഞതിൽ വസിക്കും മത്സ്യം ഗ്രസിച്ചതോ കൈവർത്തൻ കയ്യിൽ ലഭിച്ചിട്ടുടൻ പുനരതു കാട്ടാളൻ തനിക്കായിക്കൊണ്ടു നൽകി ദാശൻ. അതിനാലൊരു ശരം തീർപ്പിച്ചു കാട്ടാളനും അതിമോദേന വസിച്ചിടിനാൻ. ഈശാജ്ഞയ ജലത്തിൽ കലക്കിയ ചൂർണങ്ങൾ തിരയുടെ അലച്ചു കരപറ്റി മുളച്ചിതയ്യാമ്പുല്ലായി യാദവകുലനാശം വരുവാൻ വൈരാഗ്യേണ യാദവപതി കൃഷ്ണൻ ചിന്തിച്ച പ്രകാരവും യാദവകുലത്തിൻ്റെ നാശകാരണമതും ഈദൃശമെന്നു ധരിച്ചിടുക നൃപോത്തമാഹരേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ.